നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 519 519. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 519. ഇന്ന് 12-ാം സർഗം, ശ്രീകൃഷ്ണ ലീലാകാണ്ഡത്തിൽ 12-ാം സർഗം, ഗോപികളുടെ ഭഗവത് ദർശനം എന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് എന്ത് ചെയ്യണം? 11-ാം സർഗത്തിലെ അവസാനത്തെ ശ്ലോകം, 11-ാമത്തെ സർഗം എന്തായിരുന്നു? ഗോകുലത്തിൽ ശ്രീകൃഷ്ണ ജന്മദിനം കൊണ്ടാടിയത ജയന്തി, ശ്രീകൃഷ്ണ ജയന്തി. അതിൽ അവസാനത്തെ ശ്ലോകം 54 പറയുന്നു: അമ്പാടിത്തൊടുകുറിയായി മിന്നും ഉണ്ണിത്തമ്പാനെ തെളിവൊടു കണ്ടു കാഴ്ച വയ്ക്കാൻ അമ്പാളും സുഹൃതികളേറെ വന്നു പൊന്നിൻ താമ്പാളങ്ങളിൽ നിറയെ പലതുമേന്തി. അതായത് ഒരു വൈകുണ്ഠനാഥന് കാഴ്ചദ്രവ്യങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തിക്കും തിരക്കായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. ഇനി ഗോപികളുടെ ഭഗവത് ഭക്തി, ഭഗവത് ദർശനം, ഭക്തി എന്നാണ് വന്നത്. അതാണ് ശരിക്കും അല്ലേ? യശോദയ്ക്ക് ഉണ്ണിയുണ്ടായി ചൊല്ലിനാടൊരു പെൺമണി, അതാ കേട്ടു ശംഖനാഥം എണീക്കും വേഗമിന്ദിരേ, വേഗം എണീക്കൂ ഇന്ദിരേ. അവിടെ രണ്ടർത്ഥം പറയണം. എന്താ അർത്ഥം? ഇന്ദിര ആരാ? സാക്ഷാൽ മഹാലക്ഷ്മി. ഇതാരാ ജനിച്ചത്? മഹാവിഷ്ണു. ഇന്ദിര, നീ എന്താ കിടന്നുറങ്ങണത്? എണീക്കൂ. നിങ്ങൾക്കതിൻ്റെ ഭാവം മനസ്സിലായോ? അവിടെ ഭൂമാനന്ദ തീർത്ഥ പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങൾക്കതിൻ്റെ ഭാവം മനസ്സിലായോ? ആ ഭാവമാണ് വേണ്ടത്. യശോദയ്ക്ക് ഉണ്ണി ഉണ്ടായി ചൊല്ലിനാളൊരു പെൺമണി, അതാ കേട്ടു ശംഖനാദം എണീക്കൂ വേഗം ഇന്ദിരേ. ഇപ്പം ഞാൻ ഈ ശ്ലോകം വായിക്കുമ്പോൾ ഭഗവാൻ എനിക്ക് തോന്നിച്ചത് എന്നല്ലാണ്ട് ഈ ഇന്ദിര എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേക്കൊക്കെ അത് അശ്രാന്തമായി ശീലിച്ച് വന്നൊരു കാര്യത്തിൻ്റെ ഫലപ്രാപ്തി എന്ന് ഞാൻ പറയുള്ളൂ. ഇന്ദിര എന്ന് കേൾക്കുമ്പോഴേക്കും മഹാലക്ഷ്മിയാണ്, ഇവിടെ ജനിച്ചിരുന്നത് കൃഷ്ണനുമാണ് അല്ലേ? ഉണരൂ ചന്ദ്രികേ ശാന്തേ രമേ കല്യാണി ശാരദേ, ഇവരൊക്കെ ആവശ്യമുണ്ട്. ഉണരൂ ചന്ദ്രികേ ശാന്തേ രമേ, രമേ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി തന്നെയാണ്. രമേ രമാനാഥൻ, രമേ കല്യാണി സർവമംഗളപ്രദൻ, ശാരദേ വരൂ പുറപ്പെടൂ തെല്ലും താമസിക്കൊല്ല മല്ലികേ. ഗോകുലത്തിങ്കൽ എങ്ങെങ്ങും വെളിച്ചം വിശ്വമംഗളം ഗോപിമാരമ്പോടന്യോന്യം വിളിക്കുന്ന തിരക്കിനാൽ. എവിടെ കേട്ടാലും ഒരു ഗോപിക വേറൊരു ഗോപികേനെ ശ്രീകൃഷ്ണ ജന്മ വൃത്താന്തം അറിയിപ്പിച്ചുകൊണ്ട് ത്വരിതയോടുകൂടി, ധൃതിയോടുകൂടി, ഉത്സാഹത്തോടുകൂടി, ഭക്തിയുടെ സംഭ്രമണത്തോടുകൂടി, എന്താണെന്നറിയില്ല, കാണാനുള്ള പുറപ്പാടാണ്. ഗോകുലത്തിങ്കലങ്ങെങ്ങും വെളിച്ചം വിശ്വമംഗളം ഗോപിമാരമ്പോടന്യോനം വിളിക്കുന്ന തിരക്കിനാൽ ഒന്ന് മുങ്ങേണമോ? ഒന്ന് കുളിച്ചിട്ട് പോയാൽ പോരെ, എന്തത്ര ധൃതി കൂട്ടണേ? ഭഗവാനെ കാണാൻ പോകുമ്പോൾ കുളിക്കാണ്ട് പോകാൻ പറ്റുമോ? ഒന്ന് മുങ്ങിയാൽ മതി, വിസ്തരിച്ചിട്ടുള്ള കുളിയൊന്നും വേണ്ടാന്നാ. ഒന്ന് മുങ്ങേണമോ ലീലേ, വേണ്ട വേഗം പുറപ്പെടൂ. ഭക്തി ഉണ്ടായാൽ മതി, ഇങ്ങോട്ട് പുറപ്പെട്ടോളൂന്നാ. വേഗം പുറപ്പെടൂ, സന്തോഷത്തിൽ തന്നെ മുങ്ങിക്കുളിച്ചു ഞങ്ങളൊക്കെയും. മനസ്സിന് സന്തോഷമായാൽ കുളിച്ച പ്രതീതി ഉണ്ടെങ്കിൽ പിന്നെ കുളിക്കേണ്ട ആവശ്യമില്ല. അതായത് മനസ്സിൽ സംശയം ഉണ്ടാവാൻ പാടില്ല. ഞാൻ ശുദ്ധയാണോ അല്ലയോ, ഞാൻ ശുദ്ധനാണോ അല്ലയോ. ശുദ്ധനാണെന്ന് ഉറപ്പിച്ചാൽ ധൈര്യമായിട്ട് കയ്യും കാലും കഴുകി പോവാം. അപ്പോൾ
ഒന്നു മുങ്ങേണമോ ലീലേ വേണ്ട വേഗം പുറപ്പെടൂ സന്തോഷത്തിൽ തന്നെ മുങ്ങിക്കുളിച്ചു ഞങ്ങളൊക്കെയും ഉടുപ്പു പെട്ടികൾ തുറന്നെടുപ്പൂ ചില ഗോപികൾ. സാധാരണ ഒരു വേഷം പോരാന്ന് ചിലർക്ക്. അപ്പോൾ ഉടുപ്പ് സൂക്ഷിച്ചിട്ടുള്ള പെട്ടികളൊക്കെ തുറന്ന് ഓരോന്നെടുത്ത് പുറത്തേക്കിടാൻ തുടങ്ങി. ഉടുപ്പ് പെട്ടികൾ തുറന്നെടുപ്പൂ ചില ഗോപികൾ പുത്തൻ പട്ടുസാരി മാറ്റിയും അങ്ങനെ. ഇതാണോ ചേർച്ച അല്ലേ? തോളത്ത് വെച്ച് നോക്കും, ഈ തോളത്തുനിന്ന് വെച്ച് നോക്കും, എന്നിട്ടൊന്ന് ഇങ്ങനെ ഇട്ട് നോക്കും. അപ്പോൾ ഒരു ഫിക്സ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വസ്ത്രം ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഉടുപ്പ് പെട്ടികൾ തുറന്നെടുപ്പൂ ചില ഗോപികൾ പുത്തൻ പട്ടുസാരി മാറ്റിയും അങ്ങനെ മികച്ചതെന്നെടുക്കേണം. ഏറ്റവും എന്താ പറയുക, മുന്തിയ ഇനം തന്നെ എന്ന് കൊടുക്കണം. ഇതിനേക്കാൾ ഒരു സന്ദർഭം ഇനി വരാനില്ല. കാരണം ഇനി ശ്രീകൃഷ്ണൻ്റെ വിവാഹമൊക്കെ നടക്കാൻ പോണത് മധുരയിലാണ്. ഇതിപ്പോൾ ഗോകുലത്തിൽ ഇവർക്ക് ഇത് മാത്രമേ ഉള്ളൂ ചാൻസ്. അപ്പോൾ മികച്ചതിനെടുക്കേണം എല്ലെന്നാൽ പിന്നെ എന്തിനാം അളുക്കിൽ വെച്ച വൈഡൂര്യ പതക്കവും എടുത്തിടാം. സാരി മാത്രം പോരാ, വൈഡൂര്യം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അളുക്കിൽ, അതും എടുത്ത് ധരിച്ചിടാം. മികച്ചതെന്നെടുക്കേണം അല്ലെന്നാൽ പിന്നെ എന്തിനാം. ഇപ്പോൾ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാ ഉപയോഗിക്കണത്? അളുക്കിൽ വെച്ച വൈഡൂര്യ പതക്കവും എടുത്തിടാം. ഇതിലും വലുതായുണ്ടോ നമുക്കിനി ഒരു ഉത്സവം. ആലോചിച്ച് നോക്കൂ അവരുടെ ആ മാനസികാവസ്ഥ. ഈ സമയത്ത് നമ്മൾ സൂക്ഷ്മാവസ്ഥയിൽ അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ മോശമാണ്. ഇതിപ്പോൾ ഭഗവാൻ നമ്മൾക്ക് വെറുതെ തന്നൊരു സന്ദർഭമാണ്. ഇതിലും വലുതായുണ്ടോ നമുക്കിനിയൊരു ഉത്സവം. ഇല്ലാതെയിടത്ത് പുണ്യത്താൽ മാത്രം ഉണ്ടായതല്ലയോ. ഇല്ലാതെയിടത്ത് പുണ്യത്താൽ മാത്രം ഉണ്ടായതല്ലോ. ഈ വസുദേവ് അല്ല, ഈ നന്ദഗോപുരക്ക് പ്രായമായിട്ട് ഇനിയൊരു കുട്ടി പിറക്കുന്ന ആരും വിചാരിച്ചില്ല. അതുകൊണ്ടാണ് ഇല്ലാതെയിടത്ത് പുണ്യത്താൽ മാത്രം ഉണ്ടായതല്ലയോ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും വൈദഗ്ധ്യം കൊണ്ടല്ല കുട്ടികളുണ്ടാവുന്നത്. പൂർവ്വജന്മാന്തര സുഹൃതം വേണം, ഈശ്വരാനുഗ്രഹം വേണം. അപ്പോൾ നമ്മൾ ചിലവർ നാസ്തികരാണെങ്കിലും ഇതിൽ നിന്നെങ്കിലും പാഠം പഠിക്കണം. എനിക്ക് അത് പിന്നെ പറയുമ്പോഴേക്കും എനിക്ക് ടെൻഷനാവും. അതുകൊണ്ട് ടെൻഷൻ വെച്ചാൽ സന്തോഷം കൊണ്ട്. അതായത് ഓരോ ശ്വാസനിശ്വാസത്തിലും ഈശ്വരീയത അനുഭവിക്കാൻ വിധിച്ചിട്ടുള്ള നമ്മൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ പാപം. അതാണ് വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നിന്ന് കരയണതല്ല ഈ ഭക്തി തൻ്റെ ഉള്ളിലുള്ള ഈശ്വരീയതയെ നമ്മൾ എങ്ങനെ മിനുസപ്പെടുത്തി എങ്ങനെ അതിനെ ആകാശം മുട്ടുമാറ് വളർത്തി അതിൻ്റെ പിൻബലത്തിൽ നാം ആ ചൈതന്യമായിട്ട് തീരുക. ആ ചൈതന്യത്തിൽ സായുജ്യം പ്രാപിക്കുക, സാമീപ്യം പ്രാപിക്കുക, സായുജ്യമായി സാമീപ്യമായി സാലോക്യം പ്രാപിക്കുക. അപ്പോൾ പറഞ്ഞു, കുങ്കുമക്കുറി തൊട്ടും തൻ കൂന്തൽ നന്നായി മിനുക്കിയും പൊട്ടിട്ടു തലമുടി നേരാക്കി കണ്ണാടി നോക്കിയിടുകയാണൊരു സൗഭാഗ്യശാലിനി. വിശാലാക്ഷിക്ക് ഇതേ മഞ്ഞച്ചേല തന്നെ മനോഹരം. പരസ്പരം കമൻ്റ് ചെയ്യാണ്. വിശാലാക്ഷിക്ക് ഇതേ മഞ്ഞചേല തന്നെ മനോഹരം. എനിക്കിത്രയും നല്ല ചന്തമാണല്ലയോ സഖി. ഇത് എനിക്ക് നന്നായിട്ട് ചേരില്ലേ എന്ന് ചോദിക്കുകയാണ്. വാമാക്ഷിയും വന്നണഞ്ഞാൾ വകഞ്ഞ വളർകൂന്തലിൽ വാർമുല്ലമാലയും ചോടി വരവർണ്ണിനി മാർമണി. വാമാക്ഷിയും വന്നണഞ്ഞാൾ വേറൊരു കേമത്തി. വകഞ്ഞ വളർകൂന്തലിൽ നന്നായി വൃത്തിയാക്കി ചീന്തി മിനുക്കിയിട്ടുള്ള തലമുടിയിൽ വാർമുല്ലമാലയും ധാരാളം മുല്ലമാല, തലമുടി കാണാത്ത അത്ര മുല്ലമാല വേണമെങ്കിൽ ധരിച്ചു എന്ന് പറയാം. ചൂടി വരവർണ്ണിനി മാർമണി ചമഞ്ഞിനിയുമായില്ലേ ചന്ദ്രേ. ചന്ദ്രികാന്ന് പേരായിട്ടൊരു കുട്ടിയുണ്ട് ഇവിടെ, ഗോപസ്ത്രീ. എനിക്ക് പരിചയമുള്ള കുട്ടിയാണ് അപ്പോൾ ഞങ്ങൾ ഓമന പേരിൽ ചന്ദ്രയെന്നാണ് വിളിക്കുക. അവരുടെ ചമഞ്ഞ് ഇനിയുമായില്ലേ ചന്ദ്രി മതി അതൊക്കെയും നന്നായിട്ടുണ്ടടോ. വേഗം നീ ഒരിക്കൽ പുറപ്പെടും. നീ ഒന്ന് ദയവ് ചെയ്ത് പുറപ്പെടുമോ. ഞങ്ങൾ കുറേ നേരം പുറപ്പെട്ടു നിൽക്കണം. അവിടെ എത്താൻ വഴി ആ നന്ദഗോകുലത്തിലെ നന്ദഗോപുരക്കുണ്ടായിട്ടുള്ള നീല വാർത്തിങ്കൾ അല്ലേ,
അതെ, നീല വെളിച്ചത്തോടുകൂടി നീലിമയാർന്ന ചന്ദ്രികയോട് കൂടിയിട്ടുള്ള ആ പൈതലിനെ കാണാനുള്ള വെമ്പല്. വേഗം നീ ഒരിക്കൽ പുറപ്പെടൂ, നാഗസ്വരം അതാ കേൾക്കുന്നതു ഭൂപാളം അല്ലയോ. ഭൂപാളം എന്ന് പറഞ്ഞാൽ ഒരു കർണാടക സംഗീതത്തിൽ ഒരു എന്താ പറയുക രാഗമാണ്. അപ്പോൾ ഗോപികമാർ ബുദ്ധിയില്ലാത്തവരെന്നല്ലോ. ദൂരത്ത് നിന്ന് നാഗസ്വരം കേൾക്കുമ്പോൾ അത് ഇന്ന രാഗാണെന്ന് പറയാൻ പറ്റുന്നുണ്ടല്ലോ. സർവഭൗമികളാണ് അവർ, സർവജ്ഞകളാണ്. ഋഷീശ്വരന്മാരും ദേവതമാരാണ് ഗോപികമാരും ഗോപന്മാരായിട്ട് വന്നിട്ടുള്ളത്. രാമായണ കാലത്ത് വാനരന്മാരായിട്ട് വന്നിട്ടുള്ളവരൊക്കെ ദേവന്മാരും മുനീശ്വരന്മാരാണ്, ഈശ്വരനെ ഉപാസിക്കാൻ വേണ്ടി. ഏത് നിലയിലും ഉപാസിക്കുക. അപ്പം മനുഷ്യജന്മം, മർത്യലോകത്തിൽ മനുഷ്യജന്മം വളരെ പരിപാവനമായിട്ടുള്ളതാണ് കണക്കാക്കുന്നത്. ദേവന്മാർക്ക് കൂടി അസൂയാണ്, മനുഷ്യന്മാർക്ക് മോക്ഷം കിട്ടണം, ഞങ്ങൾക്ക് മോക്ഷം കിട്ടണില്ല എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ നാഗസ്വരമതാ കേൾക്കുന്നതു ഭൂപാളമല്ലയോ, വെളുപ്പാൻ കാലമായല്ലോ, വാതിൽ വേഗം അടയ്ക്കടോ. പുറത്ത് കടന്നിട്ടേ ഒരാൾ വാതിലൊക്കെ അത് അടയ്ക്കുക. എന്തുമാത്രം സെൻസിറ്റിവിറ്റിയിലായത് പ്രസൻറ്റേഷൻ. നമ്മുടെ വീടുകളിൽ ഒരു 10-35 വർഷം മുന്നേ നടക്കുന്ന കാര്യങ്ങളതൊക്കെ ഇപ്പം ഞാനൊന്നും പറയില്ല, ഇപ്പോഴത്തെ കാര്യം മനസ്സിലായില്ലേ. മഹാന്തൻ അപ്പോൾ പറഞ്ഞു വേഗം അടയ്ക്കടോ, പാർത്തട്ടിൽ മിന്നും അവർ തൻ പരിപാവന വിഭ്രമം. അതായത് ദി എക്സലൻ്റ് വേ ഓഫ് എന്താണെന്നാ പറയുക, അവരുടെ ആറ്റിറ്റ്യൂഡ് ദി എക്സലൻ്റ് വേണം. പാർത്തട്ടിൽ മിന്നും അവർ തൻ പരിപാവന വിഭ്രമം, ശുഖബ്രഹ്മർഷി കണ്ടുള്ളാൽ ഈ മട്ടൊരുളിമല്ലവേ. ശുഖബ്രഹ്മർഷി ഈ വ്യാസരിൽ നിന്ന് ഭാഗവതം പഠിക്കുമ്പോൾ ഈ അവസ്ഥ കണ്ടപ്പോൾ ഒരു ശ്ലോകം ചൊല്ലി. എന്താ? മഹാധന്യകളെ മെല്ലെ ചമഞ്ഞിടുവൻ, എത്രയും നിങ്ങൾക്ക് ഈ വകയൊന്നിനും സമയം കിട്ടുകയില്ലിനി. ദിസ് ഈസ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ചാൻസ് എന്നാ. ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ബാലദശയിൽ പ്രസവിച്ച ദിവസം കാണാന്നുള്ളത് ദിസ് ഈസ് ദി ഫൈനൽ, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ചാൻസ്. അതുകൊണ്ടാണ് പറഞ്ഞത് മഹാധന്യകളെ മെല്ലെ ചമഞ്ഞിടുവൻ, എത്രയും നിങ്ങൾക്ക് ഈ വകയൊന്നിനും സമയം കിട്ടുകയില്ലെനി. ഞാൻ ആലോചിക്കുന്നത്, എൻ്റെ ഒരവസ്ഥ പറയാം. ഞാൻ ദോംബിവിലി SNDP ഹാളിൽ ക്ലാസ് എടുത്തു. IIT ഹരിയോം നഗറിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മുഴങ്ങോട്ടുകുള കൃഷ്ണപിള്ളയുടെ ഭാഗവതം, എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട്, സുബ്രഹ്മണ്യൻ തുരുമുമ്പൻ്റെ വൃത്താനുവൃത്തം ഭാഗവതം, മൂലം സപ്താഹമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഇനി ശിവപുരാണം കിളിപ്പാട്ട് കിട്ടിയാൽ നമ്മൾക്ക് പ്രയോഗിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ കിട്ടിയതൊക്കെ കയ്യിൽ നിന്ന് ഫിനിഷായി. അങ്ങനെ ഇരിക്കുമ്പോൾ അതിട്ട് കിട്ടിയതുമില്ല. എന്നാൽ ഇനി എന്തിനാ വെറുതെ സമയം കളയണത്? അപ്പോഴാണ് ഈ ശ്രീകൃഷ്ണ കഥാമൃതം ഓർമ്മ വന്നത്. അപ്പോൾ ഭഗവാന്റെ ലീലാകാന്ഡത്തിൽ ഭഗവാൻ എന്നെയും കൂട്ടി. എടാ മരമണ്ടൂസ്, ഇത് ഒന്ന് വായിച്ച് അത്രയും സമയം നീ ഭക്തിയിൽ മുഴുകുക എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഇങ്ങനെ വിളിച്ച എടാ മണ്ടൂസ്. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ഈ ശുഖബ്രഹ്മർഷി പറഞ്ഞതും അല്ലെങ്കിൽ താമരശ്ശേരി ഭട്ടാതിരിയുടെ മനസ്സിലുള്ളതും വ്യാസർ പറഞ്ഞതൊക്കെ കുറേ കൂടി ലളിതമായ ഭാഷയിൽ ഇനിയും അനുഭവിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ അത് അനുഭവിക്കല്ലേ നല്ലത് നമുക്ക്. അതുകൊണ്ടാണ് പറഞ്ഞത് അഭൗമ സച്ചിദാനന്ദം അലിവാർന്ന് ആസ്വദിക്കുവാൻ. അഭൗമം എന്ന് പറഞ്ഞെന്താ? ഭൗമം എന്ന് പറഞ്ഞാൽ അഭൗമം എന്ന പ്രതികരണമില്ലാത്തതല്ല, പറയാൻ പറ്റാത്ര വിസ്തരിച്ചിട്ടുള്ള കൗതുകം നിറഞ്ഞ ഒരവസ്ഥ. അഭൗമ സച്ചിദാനന്ദം അലിവാർന്നാസ്വദിക്കുവാൻ എഴുന്നള്ളുകയാം നിങ്ങൾക്ക് ഇനിയെല്ലാം വിഭൂഷണം. ഇതാ നിങ്ങൾക്ക് ഇരുണ്ടുള്ള ലോകവാഞ്ചകൾ മാഞ്ഞുടൻ. നിങ്ങൾക്ക് ഇരുണ്ടുള്ള ലോകവാഞ്ചകൾ മായാൻ. എന്താ അതിനർത്ഥം പറയാം?
ലൗകികമായ വിഭ്രമങ്ങളില്ലാതെ കണ്ടാക്കാൻ അലൗകികമായ ശ്രീകൃഷ്ണചരിതം കണ്ടോളൂ, വായിച്ചോളൂ, കേട്ടോളൂ. അപ്പോൾ പറഞ്ഞു, ഇതാ നിങ്ങൾക്ക് ഇരുണ്ടുള്ള എന്ന് പറഞ്ഞാൽ കർത്തത എന്നർത്ഥം. അജ്ഞാനദശയിൽ ലോകവാഞ്ചന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലോകവാഞ്ചനകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പിന്നെന്താണെന്ന് പറയുക, ലോകവാഞ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഗ്രഹങ്ങൾ, കാമനകൾ. ആ കാമനകളെ ഇല്ലായ്മ ചെയ്യണം. കാമനകളെ ഇല്ലായ്മ ചെയ്താൽ മിന്നുന്ന പരമപ്രേമമുദിക്കും സുപ്രഭാതമായി. എന്താ ഉദിക്കുക? മിന്നുന്ന പരമപ്രേമമുദിക്കും. സ്നേഹം ഘനീഭവിച്ചതാണ് പ്രേമം എന്ന് പറയുണ്ടായി അല്ലേ? സ്നേഹം ഘനീഭവിച്ചതാണ് പ്രേമം. അപ്പം മിന്നുന്ന പരമപ്രേമം മുദിക്കും സുപ്രഭാതമായി. അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ കാണുമേതേതു ഭാവവും സർവേശ്വരൻ്റെ നേരിട്ടൊന്നാകയെ വേണ്ടൂ മിന്നുവാൻ. തുറന്നടിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ കാണുമേതേതു ഭാവവും, വാട്ടെവർ ഇറ്റ് ഈസ്, ഏതേതു ഭാവവും സർവേശ്വരൻ്റെ നേരിട്ടൊന്നാകയെ വേണ്ടൂ മിന്നുവാൻ. ഒരു പ്രാവശ്യം ധ്യാനാവസ്ഥയിൽ അല്ലെങ്കിൽ അഭൗമമായ രൂപത്തോടു കൂടിയിട്ട് ഗോകുലത്തിൽ ഉദിച്ച രണ്ടാമതൊരു പൂർണ്ണചന്ദ്രൻ, നീലക്കാർ വർണ്ണേനെ ഒന്ന് കണ്ടാൽ മതി, എല്ലാ പാപങ്ങളും തീരും. അതുകൊണ്ടാണ് പറഞ്ഞത്, കാണും ഏതേതു ഭാവവും സർവേശ്വരൻ്റെ നേരിട്ടൊന്നാകയെ വേണ്ടോ മിന്നുവാൻ. ചമഞ്ഞൊരുങ്ങി എല്ലാവരും ഈ വണ്ണം അതിസംഭ്രമം. എന്താ അതിസംഭ്രമം? തട്ടിത്തടഞ്ഞ് വീഴുമോ? നേരെ നല്ല വഴി കൂടെയാണ് പോകേണ്ടത്, പക്ഷേ തട്ടിത്തടഞ്ഞ് വീഴും. സംഭ്രമം, ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള കൗതുകം, ഭഗവാനെ കാണാൻ, ആ പൊന്നോമന കുഞ്ഞിനെ ഒന്ന് തലോടി എടുക്കാൻ, ഒന്ന് മടിയിൽ വയ്ക്കാൻ, ഒന്ന് വാരി പുണരാൻ, ഒരു ഉമ്മ വയ്ക്കാൻ മൂർധാവിൽ. ചില കുട്ടികളെ കാണാൻ പോകുമ്പോൾ പറയും, കുട്ടികളൊക്കെ അപ്പോൾ അമ്മമാരൊപ്പം കുട്ടിയുടെ കവിളത്ത് ഉമ്മ വയ്ക്കരുത് പറയും ചിലവർ. അത് ശരിയാണ്. കുട്ടികളാരും കവിള് പിടിച്ച് വലിക്കരുത്, കുട്ടികളുടെ കവിളത്ത് ഉമ്മ വയ്ക്കരുത്. ഇതൊക്കെ അനുഭവിക്കണം. എത്ര ആൾ, നിങ്ങൾ ശ്രോതാക്കൾ എത്ര ആൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ അമ്മ പോണോടത്തൊക്കെ പോയിട്ടുണ്ട് കുട്ടിക്കാലത്ത്. കുട്ടിയെ കാണാൻ ഞാനും ഉണ്ട് പറയും. അങ്ങനെ. അപ്പോൾ ഞാൻ കുറച്ച് പ്രായം, ഞാൻ അച്ഛൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അങ്ങനെയുണ്ട്, എനിക്കൊരു എക്സ്ട്രാ കെയർ ഉണ്ട്. അപ്പോൾ കുട്ടികളെ എൻ്റെ അടുത്ത് കൊടുന്ന് കാണിക്കും. അതായത് ഞാൻ ഈ പ്രസവമുറിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. രംഗയ്യരുടെ മകൻ വന്നിട്ടുണ്ടെന്ന്, നാണിക്കുട്ടി നമ്മുടെ മകൻ ആരും പറയില്ല. അതൊരു ബ്രാഹ്മണ കൃപ, ഞാൻ അത്രേ പറയുള്ളൂ. സത്യം. ഗൗളി കുക്കാണ്. എന്താ ഞാൻ അദ്ദേഹത്തിനെ പറ്റി പറയാം? എല്ലാവർക്കും അച്ഛന്മാരുണ്ട്, പക്ഷേ അകലല്ല. നമ്മുടെ സ്ഥിതി, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ ഗോപിക്കുറി ഇട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനം അച്ഛൻ തന്നെ, പറയാണ്ടിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് പറഞ്ഞത്, ചമഞ്ഞൊരുങ്ങി എല്ലാവരും ഈ വണ്ണം അതിസംഭ്രമം പൂണ്ടുപോകുന്നതാ നന്ദഗേഹവും നോക്കി ഇങ്ങനെ. എല്ലാവരുടെയും ലക്ഷ്യം നന്ദഗോപരുടെ വാസസ്ഥാനാണ്. ഉല്ലാസമായി മണിവളക്കുലുങ്ങും കുളിർ കൈകളാൽ, ഉല്ലാസമായി സന്തോഷഭരിതകളായിട്ട് മണിവള കുലുങ്ങും. അങ്ങോട്ടും ഇങ്ങോട്ടും കൈ അനങ്ങുമ്പോൾ കൈകളിൽ നിന്നുണ്ടാവുന്ന ഒരു മധുരധ്വനി. കുലുങ്ങും കുളിർ കൈകളാൽ പല മംഗള വസ്തുക്കൾ പൊൻതാലങ്ങളിൽ എന്തിയും. കയ്യിൽ അവരുടെ വീടുകളിൽ എന്തെല്ലാം മംഗള വസ്തുക്കളുണ്ട്. നാളികേരം, വെറ്റില, അടയ്ക്ക, നാണ്യം, ഒക്കെ പിന്നെ പഴം, പഴവർഗ്ഗങ്ങൾ, പൂമാലകൾ, പൂവുകൾ ഒക്കെ മംഗളവസ്തുക്കളാണ്. മുതിർന്നവരെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളെ കാണാൻ പോകുമ്പോൾ ഇവിടെ പ്രത്യേകിച്ചും അല്ലേ. അപ്പോൾ പല മംഗളവസ്തുക്കൾ പൊൻതാലങ്ങളിൽ എന്തിയും. ദൂരത്ത് നിന്ന് കാൺമോർക്ക് ആ വിളക്കുകൾ മനോഹരം. നന്ദഗോഹത്തിൽ കൊളുത്തി വെച്ചിട്ടുള്ള വിളക്കുകളുടെ ശോഭ കണ്ടിട്ട്
കണ്ണിന് സായുജ്യായി എന്നാണ് പറഞ്ഞത്. ദൂരത്തു നിന്നു മോർക്കെ ആ വിളക്കുകൾ മനോഹരം, ഇരുൾ നീക്കാൻ വെളിച്ചത്താൽ വെയിൽ കെട്ടുന്ന മാതിരി. ഇരുൾ നീക്കാൻ, അന്ധകാരം നീക്കാൻ വെളിച്ചത്താൽ വെയിൽ കെട്ടുന്ന മാതിരി. എന്താ പറഞ്ഞത്? മാല ബൾബുകൾ തൂക്കിയ കൂട്ടത്തിൽ എന്നൊക്കെ അർത്ഥം പറയാം. അപ്പോൾ ഇവിടെ വേറൊന്നുണ്ട്. ആരാണ് ശ്രീകൃഷ്ണനെ കാണുന്നത്, ആരാണ് ഭഗവാന്റെ ദർശനം ആർക്കാ കിട്ടണത്? അവർക്ക് ഇരുൾ നീക്കാൻ, അജ്ഞതയാകുന്ന അന്ധകാരത്തിനെ നീക്കാൻ സാധിക്കും. ഇതറിയാതെ പോയിട്ട് യാതൊരു കാര്യമില്ല. വാക്കാർത്ഥമല്ല നമുക്ക് വരുന്നത്. ഓരോരോ ചന്ദ്രബിംബം പോലോരോരോ ഗോപിതന്മുഖം. അനേകം ചന്ദ്രന്മാരാണ് വരുന്നത്. അതായത് നീലൽക്കാർ വർണ്ണൻ, അങ്ങനെ. അത് മാത്രമല്ല പറയണ്ടായി, പിന്നെ എന്താണെന്നാ പറയുക, അതിപ്പോൾ എനിക്ക് നീലവാർത്തിങ്കൾ, ആ വാക്ക് എനിക്ക് എടുത്ത് പൊന്തിച്ച് ഞാൻ അവശനാവുക. എന്താണ് അത്? നീലവാർത്തിങ്കൾ. മാസത്തിൽ ഒരിക്കലൊരു പിന്നെ വെളുത്ത പൗർണമിയുണ്ട്, വെളുത്ത വാവുണ്ട്. നീലവാർത്തിങ്കൾ ഇത് മാത്രമേ ഉള്ളൂ. ആരെ? ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളൂ. അത് ഓരോ വർഷവും നമ്മൾ ഈ ജന്മാഷ്ടമി പിന്നെ എന്താണെന്ന് പറയുക, ആസ്വദിക്കുമ്പോൾ അത് ഓർമ്മ വരണം. നീലവാർത്തിങ്കൾ. അപ്പോൾ ആ നീലവാർത്തിങ്കളിനെ കാണാൻ ഇവിടെ എന്താണ് പറഞ്ഞത്? ഓരോരോ ചന്ദ്രബിംബം പോലോരോരോ ഗോപിതൻ മുഖം. പൂർണ്ണചന്ദ്രനെ വെല്ലുന്ന മന്ദഹാസം, തൂവെള്ള മന്ദഹാസം തൂകിയിട്ട് ഗോപസ്ത്രീകൾ ഇങ്ങനെ നടന്ന് നീങ്ങാണ് ഭഗവാന്റെ അടുത്തേക്ക്. വാർമുല്ലമാലയണിയും വളർക്കൂന്തലും ആവിധം. മുന്നിലെ പൂർണ്ണചന്ദ്രനെ പോലെ, പിന്നെന്ന് നോക്കിയാൽ തലമുടി കാണില്ല. കാരണം എന്താ? നല്ല മുല്ലപ്പൂമാലകൾ ഇങ്ങനെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടാണ്. അപ്പോൾ കുങ്കുമക്കുറിതൻ ചേലും കണ്ണെഴുത്തിൻ്റെ കാന്തിയും കവിൾ ചുംബിച്ചു മിന്നുന്ന ലോലാക്കിൻ്റെ തിളക്കവും. ഞാൻ മലയാള അധ്യാപകനൊന്നുമല്ല, പക്ഷേ എനിക്ക് ആസ്വാദന ശക്തി ഭഗവാൻ തന്നു. ഈ അന്ധനായിരിക്കുന്ന ധൃതരാഷ്ട്രർക്ക് മഹാഭാരത യുദ്ധം നേരിൽ കാണാൻ ഒരു ദിവ്യ ചക്ഷുസ് അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിരിക്കുന്ന സഞ്ജയന് കൊടുത്തു എന്നാ കഥ. അപ്പോൾ എൻ്റെ അച്ഛൻ 73 ജൂൺ 13 ഈ പടിഞ്ഞാറേമഠം ദേവസ്വം ട്രസ്റ്റിൻ്റെ ട്രസ്റ്റിഷിപ്പ് സറണ്ടർ ചെയ്യുമ്പോൾ ചെറുപ്പളശ്ശേരിക്കാരൻ ഒരു പൊതുവാളാണ് ഫിറ്റ് പേഴ്സണായിട്ട് വന്നിരുന്നത്, വളരെ നീണ്ടിട്ട് ഒരു സുമുഖൻ. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ ഞാൻ അച്ഛനിരിക്കുന്ന കസാലയിൽ ഇരിക്കണം, അച്ഛൻ ചാരു കസാലയിൽ കിടക്കണം. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ ഞാനൊന്ന് എണീറ്റ് നിന്നു. അത് അച്ഛന് വേണ്ടിയിട്ട്. കാരണം അച്ഛനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, പ്രായമായിട്ടുള്ള ഒരാൾ വരുമ്പോൾ നമ്മളവരെ ബഹുമാനിക്കണം. അപ്പോൾ അദ്ദേഹം ഇരിക്കാൻ പറഞ്ഞു. ഇദ്ദേഹം ഇരുന്നു. അച്ഛൻ അദ്ദേഹത്തിന് നമസ്കാരം പറഞ്ഞു. അപ്പോൾ പ്രായാധിക്യം അവശതയിൽ എത്തിച്ചില്ലേ ഒരു കമൻറ്റ് പാസ്സാക്കി അദ്ദേഹം അച്ഛനെ നോക്കിയപ്പോൾ. പ്രായാധിക്യം എന്നെ ബാധിച്ചിട്ടില്ല, ഇയാൾ മുഖാന്തരം എനിക്ക് ഇയാൾ സഞ്ജയനെ പോലെയാണെന്നൊരു കമൻറ്റ് പാസ്സാക്കി അച്ഛൻ. എനിക്ക് ഇയാൾ സഞ്ജയനെ പോലെയാണ്, ദൂരത്തുള്ള മഹാഭാരത യുദ്ധം കണ്ട് എനിക്ക് പറഞ്ഞു തരുന്ന ആളാണ്. അപ്പോൾ ആ മഹാഭാരത യുദ്ധം ഈ ട്രസ്റ്റിന് വേണ്ടിയിട്ട് നടക്കുന്നുണ്ട് ആൾക്കാർ തമ്മിൽ. അപ്പോൾ അത് രമ്യതയിൽ ആർക്കും അപാകതയില്ലാത്ത രീതിയിൽ ഇത് ഹിന്ദു റിലീജിയസ് എൻഡോമെൻറ്റ് ബോർഡിന് വയ്ക്കണം. ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഞാനതൊന്നും മറന്നിട്ടില്ല. ആ രംഗം അതാണ്. ഈ സഞ്ജയൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ സഞ്ജയനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് അച്ഛൻ എനിക്ക് അനുഗ്രഹിച്ച് തന്നിട്ടുള്ളൊരു പട്ടാണ്, ഒരു പദവിയാണത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഞാൻ എപ്പോഴും പറയുന്ന വേറൊരു ഉദാഹരണമുണ്ട്. എല്ലാവരും സ്ത്രീകൾ പ്രത്യേകിച്ചും കമ്മലിടുക, കൊടുക്കെടുക്കാൻ ഇടുന്നത് അവരുടെ മുഖത്തെ ഭംഗി വർദ്ധിപ്പിക്കാനാണ്. എന്നാൽ സാക്ഷാൽ പരമാത്മ ചൈതന്യമായിരിക്കുന്ന മഹാവിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ അവരണിയുന്ന മകരകുണ്ടലങ്ങൾക്ക് ശോഭ ഭഗവാന്റെ മിനസ്സമേറുന്ന
നീലിമയാർന്ന കവിൾത്തടത്തിൽ നിന്നാണ് പറഞ്ഞത് കവി. അതാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ കണ്ണെഴുത്തിൻ്റെ കാന്തിയും കവിൾ ചുംബിച്ചു മിന്നുന്ന ലോലാക്കിൻ്റെ തിളക്കവും. ഇങ്ങനെ നടക്കുമ്പോൾ പിന്നിലേക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ ലോലാക്ക കവിളത്ത് വന്ന് മുട്ടും. കാരണം കുറച്ച് വലിയ കുടയാണ്, കുറച്ച് നീളം കൂടും ചെയ്യും. അപ്പോൾ അവർ വന്ന് കവിളത്ത് ഉമ്മ വയ്ക്കാമെന്നാണ് കവിഭാവന. വെറുതെ അല്ല, 6-7 വർഷം ഭഗവാനെ അണിയിച്ചൊരുക്കിയിട്ടുള്ളൊരു മഹാനുഭാവനാണല്ലോ ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ കുങ്കുമക്കുറിതൻ ചേലും കണ്ണെഴുത്തിൻ്റെ കാന്തിയും കവിൾ ചുംബിച്ചു മിന്നുന്ന ലോലാക്കിൻ്റെ തിളക്കവും കുളിർക്കൊങ്കകൾ മൂടുന്ന പൗട്ടുറൗക്കയ്ക്കുമേലയായി. അതായത് പണ്ട് ബ്ലൗസിന് റൗക്ക എന്നാ പറയുക, അല്ലെങ്കിൽ മുലക്കച്ച, ഒരു പ്രത്യേക തരം തുണി കൊണ്ട് സ്ഥലങ്ങളെ പൊതിഞ്ഞ് പിന്നിലൊരു കെട്ട് കെട്ടിയിട്ടുണ്ടാവും. അതിനാണ് മുലക്കച്ച എന്ന് പറയുക. അപ്പോൾ കുളിർക്കൊങ്കകൾ മൂടുന്ന പട്ടുറക്കയ്ക്ക് മേലെയായി മുത്തുമാലകളും മിന്നിത്തിളങ്ങും കൽപ്പതക്കവും. ഇല്ലേ, ഇതിൻ്റെ മുമ്പ് പറഞ്ഞില്ലേ, വൈഡൂര്യം ഒരു അടുക്കിൽ വെച്ചിട്ടുണ്ട്, അത് എടുക്കട്ടെ പറഞ്ഞല്ലോ. അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ടേ. അപ്പോൾ മുത്തുമാലകളും മിന്നിത്തിളങ്ങും കൽപ്പതക്കവും വിലയേറിയ പൂമ്പട്ടു ചേലകൾക്കുള്ള ഭംഗിയും ഓഢ്യാണത്തിൻ്റെ ഒളിയും തൂനിതമ്പ പ്രശോഭയും. ഈ ഓഢ്യാണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. അത് പെൺകുട്ടികൾക്ക് നാണം മറയ്ക്കാൻ പണ്ട് പഞ്ചലോഹം കൊണ്ട് ആഢ്യൻ്റെ ആകൃതിയിൽ ഒരു എന്താണ് പറയുക, ആഭരണം, ഓഢ്യാണം എന്നാണ് പറയാം. അപ്പോൾ ഓഢ്യാണത്തിൻ്റെ ഒളിയും തൂനിതമ്പ പ്രശോഭയും ധാരാളമായി അണിഞ്ഞുള്ള സുവർണ ഘടകങ്ങളും അവരുടെ വസ്ത്രരീതിയെ പറ്റിയിട്ട് നനുങ്ങനെ കിലുങ്ങുന്ന പൊന്നിൻ പാദസരങ്ങളും വിശുദ്ധിയേറും അവർ തൻ ദിവ്യ ശൃംഗാരഭാവവും. ഈ ഒരു വരി മനസ്സിൽ തറക്കണം നമുക്ക്. എന്താ? വിശുദ്ധിയേറും അവർ തൻ ദിവ്യ ശൃംഗാരഭാവവും. സംശുദ്ധമായ ഭക്തി എന്നർത്ഥം പറയണതിന്, അല്ലെങ്കിൽ തൂറ്റിപ്പോവും. നമ്മൾ ഈ പ്രഭാഷണത്തിൻ്റെ ഗരിമ തൂറ്റിപ്പോവും ഇതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിൽ. എന്താണ് വിശുദ്ധിയേറും അവർ തൻ? ഗോപികമാരുടെ സംശുദ്ധ ഭക്തിനെയാണ് ശുഖബ്രഹ്മർഷി പറഞ്ഞത്, അല്ലെങ്കിൽ വ്യാസർ പറഞ്ഞത്, അല്ലെങ്കിൽ താമരശ്ശേരി പറഞ്ഞത്. അപ്പോൾ വിശുദ്ധിയേറും അവർ തൻ ദിവ്യശൃംഗാരഭാവവും. ആരോട്? ശ്രീകൃഷ്ണനോടുള്ള ശൃംഗാരം ദിവ്യമാണ്, ഡിവൈനാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് എന്താണെന്നാ പറയുക, ശ്രീകൃഷ്ണ ജയന്തി ദിവസം മുതൽക്ക് ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണം വരെ ഗോപികമാർക്ക് ഭഗവാനോടുള്ളത് എന്താണ്? ദിവ്യ ശൃംഗാരഭാവവും. അതാണ് ഭഗവാന്റെ കാലെടുത്ത് തൻ്റെ മാറിൽ കുജങ്ങളുടെ മുകളിൽ, കുജങ്ങളെന്ന് പറഞ്ഞാൽ സ്തനങ്ങൾ തന്നെ അർത്ഥം അല്ലേ? അപ്പോൾ അത് നമ്മൾ വേറൊരർത്ഥത്തിൽ പറയരുത്. അത് അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയിട്ടുള്ളത്. ഈ ശൃംഗാരരസം എന്ന് പറഞ്ഞാൽ അത് ശാരീരികമല്ല, ഡിവൈനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വിശുദ്ധിയേറും അവർ തൻ ദിവ്യ ശൃംഗാരഭാവവും. ആ മട്ടിൽ അന്നൊരു മഹാപ്രസ്ഥാനം താനതോർക്കുകിൽ. ആ മട്ടിൽ അന്നൊരു, അത് ഒരു മഹാപ്രസ്ഥാനമായിട്ട് മാറിയെന്നാണ് പറഞ്ഞത്. എന്താ മഹാപ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ? അതായത് ഭഗവാനോട് ഈ ഗോപികമാർക്കുള്ള ഭക്തി ഒരു മഹാപ്രസ്ഥാനമാണ്. എഴുന്നേറ്റു മഹർഷി ഇന്ദ്രർ, അതായത് മഹർഷിമാരിൽ കേന്മന്മാർ, മഹർഷി ഇന്ദ്രർ പോലും നോക്കുന്ന നിർമ്മലം. ഋഷിമാരുകൂടി ഗോപസ്ത്രീകളെ നോക്കുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? നിർമ്മലമായ മനസ്സോട് കൂടിയിട്ടാണ്. അല്ലാണ്ട് അവിടെ കാമവികാരങ്ങളില്ല, ശരീര സംബന്ധമല്ല, ഡിവൈനാണ് അവിടെയും. കടലിൻ നേർക്കു പാഞ്ഞിടും ഗംഗയാറെന്ന പോലവേ. ഈ ഗംഗ എന്നുള്ള നദി എത്ര കൗതുകത്തോടു കൂടി, എത്ര ത്വരിതയിലാണ് ഈ കടൽ സമുദ്രത്തിൽ പതിക്കാൻ വേണ്ടി പോണത്.
അതായത് ഈ നദികളെ സ്ത്രീകളായിട്ടും സമുദ്രത്തിനെ നദികളുടെ ഭർത്താവായിട്ടാണ് പുരാണങ്ങളിൽ പറയണത്. അപ്പോൾ വിളങ്ങിയിടുന്നൊരക്കാഴ്ച വിണ്ണിൽ നിന്നതിമഞ്ജുളം, സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷജനകമാണ്. വിളങ്ങിയിടുന്നൊരക്കാഴ്ച വിണ്ണിൽ നിന്ന് അതിമഞ്ജുളം, താനും ചെരിഞ്ഞും നോക്കിക്കൊണ്ടോതി രംഭയോടുർവശി. ദേവലോകത്തിൽ നിന്ന് രംഭ, തിലോത്തമ, ഉർവശി, മേനക മുതലായിട്ടുള്ള ദേവനാരി വൃന്ദങ്ങൾ ചാഞ്ഞും ചെരിഞ്ഞും ഈ ഗോപസ്ത്രീകൾ സാക്ഷാൽ ശ്രീഹരിയാകുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനിച്ച ദിവസം ആ കുട്ടീനെ കാണാൻ പോകുന്നത് സ്വർഗലോകത്തിൽ നിന്ന് കണ്ട് അസൂയപ്പെട്ടു എന്ന് തന്നെ പറയണം. അഖണ്ഡ സച്ചിദാനന്ദം മലിവാർന്നാസ്വദിക്കുവാൻ അവരെന്തിനാ പോണത്? സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപത്തിനെ പ്രണയിക്കാൻ, താലോലിക്കാനാണ് അവർ പോണത്. അഖണ്ഡ സച്ചിദാനന്ദം അലിവാർന്നാസ്വദിക്കുവാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. വാട്ട് എ പൊയറ്റിക് ഫീലിംഗ്. അത് വായിക്കുമ്പോൾ നമുക്കുണ്ടാവുന്നൊരവസ്ഥ. അഖണ്ഡ സച്ചിദാനന്ദം മലിവാർന്നാസ്വദിക്കുവാൻ പൊന്നുറുമ്പുകൾ ചാലിട്ടു പോകുമ്പോലല്ലയോ സഖി. ഈ ഉറുമ്പുകൾ അതായത് ഇപ്പോൾ ഈ ഇൻ്റർലോക്ക് ചെയ്ത സ്ഥലത്ത് കാണില്ല. ഈ നമ്മൾ മെറ്റൽ, ബേബി മെറ്റലൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ സാധാരണ മണ്ണുള്ള മുറ്റത്തൊക്കെ ഉറുമ്പുകൾ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ പടപടാന്ന ഒരു വിരൽ വണ്ണത്തിലൊക്കെ ഹൈവേ കീറിയ കൂട്ടത്തിൽ വഴിയുണ്ടാക്കി പോവും. അതേപോലെ അവിടെ തോന്നണത് സ്വർഗലോകത്ത് നോക്കുമ്പോൾ അത്രേ കാണുള്ളൂ. പൊന്നുറുമ്പുകൾ ചാലിട്ടു പോകുമ്പോലല്ലയോ സഖി, ആ മട്ടിൽ മിന്നി കാർവർണ്ണൻ കരികരികേലേ വരും. കാർവർണ്ണൻ ഉണ്ണിക്ക് അരികിലേക്ക് വരും. ഈ ഉണ്ണി ആയിട്ട് വന്നിട്ടുള്ള ശ്രീകൃഷ്ണനാകുന്ന ഉണ്ണിക്ക് അരികത്ത് അവർ വരുമ്പോൾ തോന്നിയതാണത്. സംസാരസാഗരത്തിൻ്റെ കരക്കെത്തിയ മാതിരി. അപ്പോൾ ഗോപക സ്ത്രീകൾക്കൊക്കെ എന്താണ് സംസാരമാകുന്ന സമുദ്രം തരണം ചെയ്ത മാതിരി ഫീൽ ചെയ്തു. നമുക്കും ഫീൽ ചെയ്യണം. അതാണ് ഇത്. ഈ ഭഗവാന്റെ അഷ്ടമിരോഹിണി നമ്മൾ കീർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ഒരു ഭാവവ്യത്യാസം വേണം. നമ്മൾ ദുഃഖിതരല്ല, നമ്മൾ ആനന്ദമാകുന്ന ചിന്മയനെ പ്രാപിച്ചിട്ടുള്ളവരാണ് എന്നുള്ള സത്യവസ്തുവിനെ നമ്മൾ മറക്കാൻ പാടില്ല. ആ മട്ടിൽ മിന്നി കാർവർണ്ണൻ ഉണ്ണിക്കരികിലേ വരും. സംസാര സാഗരത്തിൻ്റെ കരക്കെത്തിയ മാതിരി ആകമ്രശ്രീകലരും അവരെല്ലാവരും പ്രേമമുള്ളിൽ പാകും കുഞ്ഞിൻ പരമരമണീയാനനം നോക്കി ആ ഉണ്ണികൃഷ്ണൻ്റെ മുഖാരവിന്ദം നോക്കി അതെങ്ങനെ കുഞ്ഞിൻ പരമരമണീയം എന്നാ. ഇതിനേക്കാൾ രമണീയമായിട്ടുള്ള അവസ്ഥ ഇല്ല. പരമരമണീയം ആനനം നോക്കി വൈകുണ്ഠത്തിങ്കലും ഇതു നിലയ്ക്കുള്ളോരാനന്ദവായ്പുണ്ടാകില്ലെന്നോർത്ത് അവിടം ഇളകാതൊട്ടുനേരം വിളങ്ങി. അതായത് സ്ഥാനപഞ്ചികളെ പോലെ, ജീവൻ പോയവരെ പോലെ കൗതുകത്തോടെ നോക്കി നിന്നു. ഇവിടെ ഇപ്പോൾ കറണ്ട് പോയിരുന്നു. അപ്പോൾ ഇതെനിക്ക് പുസ്തകം എൻ്റെ അവസാനത്തെ ശ്ലോകമാണ് പറഞ്ഞത്. പക്ഷേ ഐ ആം നോട്ട് ഹാപ്പി. എനിക്ക് ആ ശ്ലോകം ഒന്നുകൂടി പറയണം. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാഖണ്ഡേ 12 സർഗഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.